ഷെഫ് സീക്രട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു ചെമ്മീൻ മപ്പാസ് ആണ് തയ്യാറാക്കുന്നത്. ഈ ചെമ്മീൻ മപ്പാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാം എന്നതാണ്. കൂടാതെ സാധാരണ മപ്പാസിൽ നിന്നും വ്യത്യസ്തമായി ഒരു പ്രത്യേക മപ്പാസ് മസാല കൂടി നമുക്കിവിടെ പരിചയപ്പെടാം. അപ്പോ ഇനി നമുക്ക് ഇതിന്റെ പാചകപ്പുരയിലേക്ക് കടക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ചെമ്മീൻ വേണം 1/2 കിലോ, വെളിച്ചെണ്ണ 5 സ്പൂൺ, ഉലുവ 1/2 സ്പൂൺ, സവോള അരിഞ്ഞത് 4 എണ്ണം, കറിവേപ്പില 4 തണ്ട്, ചെറിയ ഉള്ളി 10 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, കുരുമുളക് പൊടി 1/2 സ്പൂൺ, മപ്പാസ് മസാല 2 സ്പൂൺ, ഉലുവ, ചുവന്ന മുളക് അതായത് വറ്റൽ മുളക്, കുരുമുളക് ഇവ 3ഉം കൂടി വറുത്ത് പൊടിക്കുന്നതാണ് നമ്മുടെ ഈ മപ്പാസ് മസാല. തക്കാളി അരിഞ്ഞത് 4 എണ്ണം, ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് 2 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്, കടുക് താളിക്കാൻ ആവശ്യമായത്, മല്ലിയില കുറച്ച്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്കൊരു 5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന 4 സവോളയും ഒരു 4 തണ്ട് കറിവേപ്പിലയും ഇട്ട് വഴറ്റാം. ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി മുഴുവനോടെ ഉള്ളത് ചേർത്ത് വീണ്ടും വഴറ്റണം. ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂൺ കൂടി ചേർത്ത് വീണ്ടും വഴറ്റാം. മൂത്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് മസാലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 സ്പൂൺ മുളക് പൊടി, ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന സ്പെഷ്യൽ മപ്പാസ് മസാല 2 സ്പൂൺ. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുരുമുളക് പൊടി 1/2 സ്പൂൺ, തക്കാളി അരിഞ്ഞത് 4 എണ്ണം ചേർത്ത് വീണ്ടും വഴറ്റണം. ഇനി അരിഞ്ഞു വച്ചിരിക്കുന്ന 2 ഉരുളക്കിഴങ്ങ്, നന്നായി വൃത്തിയാക്കി വച്ചിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ചെമ്മീൻ 1/2 കിലോയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മസാല എല്ലാം കൂടി നല്ലവണ്ണം യോജിപ്പിച്ചതിനു ശേഷം നല്ലവണ്ണം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നേരം വേവിക്കാം. 10 മിനിറ്റിനു ശേഷം മൂടി തുറന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അധികം ഗ്രേവി ഒന്നും ഇല്ലാതെ കിട്ടും. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങയുടെ പാലും കൂടി ഒഴിച്ച് തീ ഓഫ് ചെയ്തതിനു ശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കണം. അതിനു മുകളിലായി 4 കഷ്ണം തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ഇതിനു മുകളിലേക്ക് ചെറിയ ഉള്ളി, കടുക്, കറിവേപ്പില, വറ്റൽ മുളക് എന്നിവ ചേർത്ത് താളിച്ചതും അല്പം മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്താൽ സ്വാദിഷ്ടമായ ചെമ്മീൻ മപ്പാസ് റെഡി. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ ഇത്തരം നല്ല നല്ല രുചി വിഭവങ്ങളുമായി ഷെഫ് സീക്രട്ടിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.